കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. നികുതി കുടിശ്ശിക 1800 കോടി രൂപ അടയ്ക്കണമെന്നറിയിച്ചാണ് നോട്ടീസ്. അതേസമയം 2017 മുതൽ 2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ നികുതി കുടിശ്ശികയും പിഴയുമായി 1700 കോടി രൂപ അടയ്ക്കണം എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, വീണ്ടും കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന നോട്ടീസ് 1800 കോടി രൂപ അടയ്ക്കണം എന്നുള്ളതാണല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നിപ്പോൾ കോൺഗ്രസിന് പുതിയ നോട്ടീസ് നൽകിയിട്ടുള്ളത് 1800 കോടി രൂപ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ്. ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കെതിരെ ആദായ നികുതി വകുപ്പ് നടപടികൾ കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഹർജി നൽകിയിരുന്നുവെങ്കിലും ആ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വേളയിൽ തന്നെ ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് നികുതി ഇളവ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ലഭിക്കുന്ന നികുതി ഇളവ് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് അതിൽ കൂടുതൽ പണമിടപാടുകൾ നടത്തി. അതുമാത്രമല്ല, അടയ്ക്കാനുള്ള നികുതികൾ ഓരോ സാമ്പത്തിക വർഷത്തിലും അടയ്ക്കാനുള്ള നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ആ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുക മാത്രമല്ല അതിനുശേഷമുള്ള പിഴ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള നോട്ടീസുകൾക്ക് മറുപടി നൽകുകയും കോൺഗ്രസ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ നികുതി അടയ്ക്കുന്നതിൽ രാജ്യത്ത് നിയമപ്രകാരം നികുതി അടയ്ക്കുന്നതിൽ വലിയ വീഴ്ച കോൺഗ്രസ് നടത്തി എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വീഴ്ചയുടെ പേരിൽ ആദായ നികുതി വകുപ്പ് സ്വാഭാവിക നടപടികളുമായി മുൻപോട്ട് പോവുകയും അക്കൗണ്ട് ഡീറ്റെയിൽസ് മരവിപ്പിക്കുന്ന അതുൾപ്പെടെയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് എന്ന ഇരവാദമാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. ഏതായാലും 2014 മുതൽ 17 വരെ നികുതി കുടിശ്ശികയായി 520 കോടി രൂപയും 2017 മുതൽ 2021 വരെയും 1700 കോടിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 1800 കോടി രൂപയും ആദായ നികുതി വകുപ്പിലേക്ക് നികുതി കുടിശ്ശികയും പിഴയും കോൺഗ്രസ് അടയ്ക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ലക്ഷ്മി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.